സത്യവിശ്വാസികളെ, വിശ്വസനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ അത് ശരീരത്തിലെ ഒരു അവയവം പോലെ ആയി മാറിയ കാലഘട്ടത്താണ് നമ്മളുള്ളത്. ദുനിയാവില് വേണ്ടതൊക്കെ ഒരു കുടക്കീയിൽ ലഭിക്കുന്ന ഒരു ഉപകരണമായി അത് മാറിയിരിക്കുകയാണ്. ടോർച്ച് മുതൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ വരെ ഇന്ന് നമ്മുടെ കൈകളിലാണ്. സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോ ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു. ഉദാഹരണം, മുമ്പ് കാലത്തൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ അടുത്തിരിക്കുന്ന ആളോട് നമ്മൾ പേര് ചോദിക്കും. എങ്ങോട്ടാണ്, എവിടുന്നാണ്, എന്താണ് ജോലി. നമുക്കറിയാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണതെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളോട് വഴി ചോദിക്കും. അവിടേക്കുള്ള റൂട്ട് എങ്ങനെയാണ്, എവിടെ ഇറങ്ങേണ്ടത്. ഇന്ന് തൊട്ടടുത്തിരിക്കുന്ന ആളോട് മണിക്കൂറുകളോളം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിലാണ് പോയത്, 7 മണിക്കൂറോളം യാത്ര ഉണ്ട്. എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളെ ചെവിയിൽ എയർഫോണാണ്. അയാള് ആ എയർഫോൺ ചെവിയിൽ നൂറിയ സമയം ഞാൻ കണ്ടിട്ടില്ല. കാരണം അയാളോട് മിണ്ടാൻ വയ്യ. അങ്ങനത്തെ ഒരു കാലാണ്. ഒരു സ്ഥലം അറിയണമെങ്കിൽ ഇന്ന് ആളുകൾക്കൊരു പ്രശ്നമല്ല. ഏത് അറിയപ്പെടാത്ത സ്ഥലത്തേക്കും എത്തിപ്പെടാൻ മൊബൈലില് ലൊക്കേഷൻ ഇട്ടാ കിട്ടും. പണ്ട് പ്രവാസികളൊക്കെ നാട്ടിലുള്ള കാര്യങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ്? ഒരു മരണം ഉണ്ടെങ്കിൽ നാട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അറിയ കത്ത് മുഖേനയാണ്. ചിലപ്പോ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവളെ അറിയാം. കാരണം കത്ത് അവിടെ എത്തി, വിവരം അറിഞ്ഞിട്ട് വേണം. ഇന്ന് നാട്ടിലുള്ള ആളുകൾ അറിയുന്നതിന്റെ മുമ്പ് അവരറിയുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ നാട്ടിലാണ് ഒരു ഉരുൾപൊട്ടലുണ്ടായത്, അല്ലെ, നമ്മളെ കവളപ്പാറ ദുരന്തം. അതിന് തൊട്ടടുത്ത് നമ്മളെ വീടുള്ളത് കിലോമീറ്ററുകളുള്ളൂ. തൊട്ടടുത്ത് അങ്ങനെ സംഭവം നടന്നിട്ട് നമ്മൾ അറിയേണ്ടത് എങ്ങനെയാ? ഗൾഫിൽ നിന്ന് കുടുംബത്തിലെ ആളുകളെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയണത് അങ്ങനെ സംഭവം ഉണ്ടായത്. അത്ര പുരോഗമനത്തിലാണ് ഇന്ന് ലോകമുള്ളത്. മുമ്പ് നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ തൊട്ടടുത്തൊരു അയൽവാസിന്റെ വീട്ടിലൊരു ഫോൺ ഉണ്ട്, ഒരു ലാൻഡ് ഫോൺ. ഗൾഫിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ അവിടെ പോയി ക്യൂ നിൽക്കണം. ക്യൂ നിന്നിട്ടാണ് എന്ത് ചെയ്യാ, നമ്മള് ഫോൺ വരുന്നത് കാത്ത് അവിടെ വെയിറ്റ് ചെയ്ത് ആ ഫോൺ അറ്റൻഡ് ചെയ്ത് അങ്ങനെ വിവരങ്ങളൊക്കെ അറിയാം. ഇന്ന് ഒരാളെ കയ്യിൽ തന്നെ 1, 2, 3 ഫോണുണ്ട്. പക്ഷെ ഇത്തരം സൗകര്യങ്ങള് കൂടിയപ്പം എന്ത് ചെയ്തു? ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു. മുമ്പ് ഇല്ലാത്തവർക്കുള്ള അനുഗ്രഹമെന്ന നിലയ്ക്ക് കൃത്യമായ മറുപടി നമ്മൾ ഈ വിഷയത്തിൽ പറയേണ്ടി വരും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളിൽ അനുഗ്രഹമായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ആ അനുഗ്രഹങ്ങളെ ഒരാൾ ശരിക്കും ഉപയോഗിച്ചില്ല എങ്കിൽ അയാളെ കൃത്യമായി അല്ലാഹു ചോദ്യം ചെയ്യും. വമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹി മിൻ ബഅദി മാ ജാഅതുഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ആരെങ്കിലും അല്ലാഹുവിന്റെ അനുഗ്രഹം തനിക്ക് വന്നതിന് ശേഷം ആ അനുഗ്രഹത്തെ മാറ്റിമറിക്കുന്ന പക്ഷം നിശ്ചയമായും അല്ലാഹു കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനാണ്. മറ്റൊരായത്തിൽ കാണാം, സുമ്മല തുസ്അലുന്ന
യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏതൊരു അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹത്തെ സംബന്ധിച്ചെല്ലാം അല്ലാഹു തആല നിങ്ങളോട് കൃത്യമായി ചോദിക്കുമെന്ന്. അപ്പൊ ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ വേണ്ടാന്നല്ല പറയണത്. ഇപ്പോ കത്തി നമ്മൾ ഉപയോഗിക്കണത് എന്തിനാ? കത്തി ഉപയോഗിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങള് നന്മക്ക് വേണ്ടിയിട്ടാണ്. നന്മയുടെ ആവശ്യങ്ങൾക്കാണ് കത്തി ഉപയോഗിക്കുന്നത്. അതേ കത്തി കൊണ്ട് ഒരാൾക്ക് തിന്മ ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? നന്മക്ക് വേണ്ടിയിട്ടാണ്. അതേ മൊബൈലിന് ആളുകൾ തിന്മക്ക് വേണ്ടിയാണെന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ വിശ്വാസികളായ ആളുകൾ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, സഹോദരങ്ങൾ, നമ്മുടെ സമയമാണ്. കഴിഞ്ഞ എന്റെ ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. സമയത്തിന്റെ പ്രാധാന്യം, നമ്മളത് ഉപയോഗിക്കുമ്പോൾ എന്തിനു വേണ്ടി എത്ര സമയമെന്ന കൃത്യമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. പല ആളുകളും എന്തരങ്ങൾ സ്വന്തം വീട്ടിലുള്ള ആളുകളെ മറന്നിട്ട് മൊബൈലിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. വീട്ടിലെത്തിയാലും തന്റെ വീട്ടുകാർ ശ്രദ്ധിക്കാതെ മൊബൈൽ ഫോണിൽ അഡിക്റ്റായ ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സ്വഹാബത്തോട് പറയാ, സ്വഹാബ, നിങ്ങൾക്ക് വഇന്ന ലിനഫ്സിക ഹഖ്ഖ, നിങ്ങൾക്ക് നിങ്ങളോട് ചില ബാധ്യത ഉണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താ? അവിടെ ദുനിയാവിന്റെ വിഷയത്തിൽ മുഴുകിയതിന്റെ പേരിലല്ല പ്രവാചകൻ പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനീപരമായ കാര്യങ്ങൾ അന്വേഷിച്ച് ആ സ്വഹാബാക്കൾ തിരിച്ചു പോവുകയാണ്. അവരെടുത്ത തീരുമാനം തരങ്ങൾ, ഞങ്ങൾ ഇനി എല്ലാ ദിവസവും ഞങ്ങൾ നോമ്പെടുക്കും, എല്ലാ ദിവസവും നോമ്പെടുക്കും, രാത്രി ഇനി മുടങ്ങാതെ ഞങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കും, രാത്രി ഞങ്ങൾ ഉറങ്ങൂല. ആ ആളുകളോട് പ്രവാചകൻ പറയാണ്, അല്ല സ്വഹാബ, വഇന്ന ലിനഫ്സിക ഹഖ്ഖ, നിങ്ങൾക്ക് നിങ്ങളോട്, നിങ്ങളുടെ ശരീരത്തോട് ചില ബാധ്യത ഉണ്ട്. വലിയഹ്ലിക ഹഖ്ഖ, നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്ക് ചില ബാധ്യത ഉണ്ട്. അതുകൊണ്ട് ഫസും വഅഫ്തിർ, നിങ്ങൾ നോമ്പെടുത്തോ, നോമ്പ് ഒഴിവാക്കും ചെയ്യണം. എല്ലാ ദിവസവും നോമ്പെടുക്കാൻ പാടില്ല. ഭാര്യയോട് കടമകളുണ്ട്, കുടുംബത്തോട് ബാധ്യതകളുണ്ട്. അതുകൊണ്ട് നോമ്പെടുക്കാം, നോമ്പ് ഒഴിവാക്കും വേണം. അതാണ് എന്റെ ചര്യ. വഖും വനം, നിങ്ങൾ രാത്രി നിസ്കരിച്ചോ, എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ എല്ലാ രാത്രിയുടെ പൂർണ്ണമായ സമയം തഹജ്ജുദിന് വേണ്ടി മാറ്റിയേക്കണ്ട. എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവര് കുറച്ച് ഉറങ്ങണം. അത് കുടുംബത്തോട് ബാധ്യതയുണ്ട്, ഭാര്യയോട് കടമകളുണ്ട്. അപ്പൊ ഉറങ്ങും വേണം, നിസ്കരിക്കും വേണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞത് ദീനിന്റെ വിഷയത്തിലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കൽ എങ്ങനെ? നമ്മൾ ഭക്ഷണം കഴിക്കൽ എങ്ങനെയാണ്? മൊബൈൽ നോക്കിയിട്ടാ ഭക്ഷണം കഴിക്കുക ആളുകള്. നമ്മുടെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ കറി എന്ന് ചോദിച്ചാൽ മക്കൾക്ക് അറിയില്ല. കാരണം എന്താ പറയുക, അവർ തിന്ന സാധനം എന്താ നിങ്ങൾക്ക് അറിയില്ല. കാരണം അവര് അത് തിന്ന് തീർക്കണത് എങ്ങനെയാണ്? മൊബൈൽ കണ്ടുകാണ് അതിന്റെ മുന്നിൽ തിന്നിട്ടാ തീർക്കണത്. ഒരു ടേബിളിന്റെ ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കണില്ല. തീന്മേശകൾ കുടുംബത്തിലെ ചർച്ചക്കുള്ള വേദികളാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ബറക്കത്തുണ്ട്. ചില സ്വഹാബാക്കൾ വന്ന് പ്രവാചകന്റെ അടുത്ത് വന്നൊരു പരാതി അറിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ ഭക്ഷണം കുറെ കഴിക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ വിശപ്പ് മാറുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരിച്ചു ചോദിക്കണത്, ഇന്നാണെങ്കിൽ തിരിച്ചു ചോദിക്കാൻ തരങ്ങൾ, നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കാം, മൊബൈൽ നോക്കിയിട്ടാണോ? അന്ന് പ്രവാചകൻ ചോദിച്ചാൽ എന്താ അറിയോ? അന്ന് ചോദിക്കണം, അൻതും തതഫക്കറൂൻ, നിങ്ങളെ വേറെ വേറെ ഒറ്റക്കൊറ്റക്കാണോ ഭക്ഷണം കഴിക്കണത്? ഒരുമിച്ചിരിക്കാതെ, ഭാര്യയും മക്കളും കുടുംബവും ഒന്നും ഒരുമിച്ചിരിക്കാതെ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന്, അവർക്ക് വേണ്ട സമയത്തിന് തോന്നിയതുപോലെയാണോ ഭക്ഷണം കഴിക്കുന്നത്? സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, അതെ, ഞങ്ങൾ വേറെ വേറെ ഭക്ഷണം കഴിക്കരുത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ, നിങ്ങൾക്ക് അതിൽ ബറക്കത്തുണ്ടാവും. അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറയാ, നബിയെ, ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ആശ്വാസം ഉണ്ട്. ഇന്ന് ഒരു വീട്ടിലെ ആളുകൾ ഒരുമിച്ചിരുന്നാ പോലും പരസ്പരം ഉണ്ടൂല. കാരണം ഭാര്യന്റെ കയ്യിൽ മൊബൈലാണ്, ഭർത്താവിന്റെ കയ്യിൽ മൊബൈലാണ്, മക്കളുടെ കയ്യിൽ മൊബൈലാണ്, എല്ലാവരും മൊബൈൽ നോക്കിയിട്ടാ ഭക്ഷണം കഴിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ സമയവും നമ്മുടെ അത്തരം നല്ല അവസരങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. അതൊന്നും തിരിച്ചു കിട്ടൂല എന്നുള്ള ഓർമ്മ വേണം.
രണ്ടാമതായി സഹോദരങ്ങളെ, അത് സെർച്ച് ചെയ്യുമ്പോൾ മൊബൈലിലെ എന്റെ കീബോർഡിലെ എല്ലാ അക്ഷരങ്ങളും മറ്റുള്ളവരെ പോലെ സെർച്ച് ചെയ്യേണ്ട ആളല്ല ഞാൻ. അത് പരലോകത്ത് തന്നെ ബാധിക്കുമോ എന്ന് ചിന്തിച്ച് സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ട ആളുകളാ ഓരോ വിശ്വാസികളും. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹ് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, നിശ്ചയമായും നിങ്ങളുടെ മേലതാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ നിങ്ങളുടെ മേലുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ കൃത്യമായി കൊണ്ടറിയുന്നവനാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, രണ്ട് സന്നദ്ധ നിരീക്ഷകരായ രണ്ട് മലക്കുകൾ കൃത്യമായി നിങ്ങൾ പറയുന്ന ഓരോ ലഫ്ലുകളും രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓരോ വാക്കും മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സെർച്ച് ചെയ്യുന്ന അക്ഷരങ്ങളെ അതല്ലെങ്കിൽ അശ്ലീല സൈറ്റുകളെ ജനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. മറ്റുള്ളവർ കാണാത്ത രൂപത്തിൽ നമുക്ക് പാസ്വേഡ് വെക്കാം. പക്ഷേ യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ മനുഷ്യരിൽ നിന്ന് മറച്ചു വെക്കുന്നു. മനുഷ്യരിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നു, അള്ളാഹുവിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നുമില്ല. അള്ളാഹ് കൃത്യമായിട്ട് എന്ത് ചെയ്യും? അതൊക്കെ കൃത്യമായിട്ട് അള്ളാഹ് കാണും എന്നൊരു ബോധം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവണം. യഅലമു ഖായിനത്തൽ അഗ്യുനി യഅലമു ഖായിനത്തൽ അഗ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, മനുഷ്യന്റെ കണ്ണിന്റെ കള്ളനോട്ടങ്ങളും അവന്റെ ഹൃദയത്തിൽ അവൻ ഒളിപ്പിക്കുന്ന രഹസ്യങ്ങളും കൃത്യമായി കൊണ്ടറിയുന്നവനാണ് അല്ലാഹ്. അതൊക്കെ പടച്ച റബ്ബ് കൃത്യമായി പുറത്തു കൊണ്ടുവരും. ഈ ബോധം പ്രിയപ്പെട്ടവരെ, നമ്മൾ സെർച്ച് ചെയ്യുന്ന അക്ഷരങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിക്ക് ഈ ഒരു ചിന്ത ഉണ്ടാവണം. മൂന്നാമത്തത് സഹോദരങ്ങൾ, നല്ലത് കാണാൻ ശ്രമിക്കുക. റീൽസും കോമഡിയും സ്റ്റോറിയും കണ്ട് സമയം തീർക്കലല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. ഇന്ന് പലരും എന്താ പറയുക, പലരും ബ്ലോഗറുടെ പിന്നാലെയാണ് പല ആളുകളും. പുതുതലമുറയിലെ കുട്ടികളൊക്കെ തൊപ്പിയിട്ട ചില അപ്പികളെ കൂടെ നടക്കുന്നുണ്ട്. വളരെ മോശപ്പെട്ട പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന ചില തൊപ്പികളുടെ കൂടെയാണെന്ത് ഇന്നത്തെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ കൂടെ അഴിഞ്ഞാടുന്ന രംഗങ്ങൾ കണ്ട് ആസ്വദിക്കാം. മറ്റുള്ളവര് അവരുടെ ഭാര്യമാരെ കൂടെ അഴിഞ്ഞാടുന്നത് യൂട്യൂബിൽ ഇട്ടിട്ട് അത് കണ്ട് ചിരിച്ചും അതുകൊണ്ട് ആസ്വദിച്ചും അത് ലൈക്ക് അടിച്ചും കമന്റ് അടിച്ചിട്ടാണ് പല ആളുകളും ജീവിക്കുന്നത്. അനാവശ്യങ്ങൾ കണ്ടാലേ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് കൃത്യമായി നമ്മൾ ഖേദിക്കേണ്ടി വരും. എല്ലാം സഹോദരങ്ങളെ അവിടെ കാണുമെന്ന ബോധം, പരലോകത്ത് എല്ലാം കാണുമെന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഖുർആൻ പറഞ്ഞു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഖ്ളറാ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു വമദൻ ബഈദാ. എല്ലാ ആത്മാവും നന്മയായി എന്ത് പ്രവർത്തിച്ചുവോ അത് ഹാജരാക്കപ്പെട്ടതായി അത് കണ്ടെത്തുന്ന ദിവസമുണ്ട്. വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു വമദൻ ബഈദാ. ഓരോ ആത്മാവും അത് തിന്മയായി എന്ത് പ്രവർത്തിച്ചുവോ അവന്റെയും ആ തിന്മയുടെയും ഇടയിൽ വിദൂരമായ അകലം ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ കൊതിച്ചു പോകും. അങ്ങനത്തെ ഒരു ദിവസം സഹോദരങ്ങളെ പരലോകത്ത് വരാണ്ട്. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് യൂട്യൂബ് തുറന്നാല് അതില് നന്മയും തിന്മയും എല്ലാം വരും. എല്ലാം മിക്സ് ആയിട്ടാ വരിക. ഇപ്പഴും പ്രത്യേകം എന്താ നിങ്ങൾ, ഇപ്പൊ ഒരാളെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അയാളെ യൂട്യൂബ് തുറന്നു നോക്കിയാൽ മതി. അത് തുറന്നിട്ട് ആദ്യം വരെ എന്താ അതായിരിക്കും അയാള് അതിൽ കാണുന്നതിന്റെ അർത്ഥം. നമ്മുടെ മക്കളൊക്കെ മൊബൈലില് യൂട്യൂബിൽ ചിലപ്പോ കാർട്ടൂൺ കാണും. ചില കുട്ടികളാണ് കാർട്ടൂൺ കാണും. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ കുട്ടി അത് അറിയാതെ എന്ത് ചെയ്തു, എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്ട് ആ ചെറിയ കുട്ടി ഒന്ന് നെക്കി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ യൂട്യൂബ് തുറക്കുമ്പോ ഏതാ വരിക, അത്തരം മോശപ്പെട്ട വീഡിയോസ് ആണ് വരിക.
അത് പുറമൊന്നൊരാൾ കാണുമ്പോൾ നമ്മളെ കുട്ടി അറിയാതെ കണ്ടതായിരിക്കും. നമ്മള് ആളുകളുടെ ഇടയിൽ വെച്ച് കാണാൻ തുറന്നുള്ള അവസ്ഥ എന്തേക്കാരം? ആളുകൾ നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുക? അങ്ങനത്തെ ഒരു കാലാണ് ഇന്ന് ഉള്ളത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതൊക്കെ രക്ഷിതാക്കളായ നമുക്ക് ഇതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കളൊക്കെ എന്തു കാണണമെന്ന് കൃത്യമായി നമ്മൾ തീരുമാനിക്കണം. അതേപോലെ എന്തു കേൾക്കണം. എല്ലാവരുടെ ചെവിയിലും എന്താ പറയുക? എല്ലാവരുടെ ചെവിയിലും ഇന്ന് ഇയർഫോണാണ്. ചില ആളുകൾ ചിരിക്കുന്നുണ്ട്. ചിരിക്കുന്നത് ആരോടാ? നമ്മള് കാണുമ്പോ നമ്മളോട് ചിരിക്കായിരിക്കും. അവര് മൊബൈലില് ഇയർഫോൺ വെച്ച് എന്തോ കേട്ട് ചിരിക്കാണ്, ആസ്വദിച്ചിരിക്കാണ്. അവര് ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. നമ്മളോടല്ല, നമ്മളോട് സംസാരിക്കല്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുഹീൻ. വമിനന്നാസി മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മൻ യശ്തരി ലഹുവൽ ഹദീസി, വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്ന ചില ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. എന്താ ലഹുവൽ ഹദീസ്? ലഹുവൽ ഹദീസിന്റെ വിശദീകരണത്തെ തഫ്സീലെടുത്ത് മറിച്ചു നോക്കേണ്ടി. ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞാല് അൽ ഒനാഗ് എന്നാണ്. അൽ ഒനാഗ് എന്ന് പറഞ്ഞാല് സംഗീതം അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങൾ, മ്യൂസിക് എന്നൊക്കെയാണ് അർത്ഥം. ഒനാഗ്, ലഹുവൽ ഹദീസിന്റെ അർത്ഥം അതാണ്. വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവിടെ തെറ്റിച്ചു കളയുന്ന, വയത്തഹിദഹാ ഹുസുവാ, അതിനെ പരിഹാസ്യമാക്കി തീർക്കാൻ, ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്കതാ വേദനാജനകമായ ശിക്ഷയുണ്ട്. അവിടെ സഹോദരങ്ങളെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടും. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്തൊരു കാര്യത്തിന്റെ പിന്നാലെ നീ പോകരുത്, അതിനെ നീ പിന്തുടരാൻ പാടില്ല. ഇന്ന സമഅ, തീർച്ചയായും നിന്റെ കേൾവി, വൽ ബസറ, നിന്റെ കാഴ്ച, വൽ ഫുആദ, നിന്റെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, എല്ലാം അല്ലാഹ് കൃത്യമായി ചോദിക്കും. കണ്ടതും കേട്ടതും അവന്റെ മനസ്സിൽ നിന്ന് ആസ്വദിച്ചതുമെല്ലാം അല്ലാഹു തആല കൃത്യമായി സഹോദരങ്ങളെ അല്ലാഹു ചോദ്യം ചെയ്യുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ മരണപ്പെടുന്ന ഒരവസ്ഥ. ബസ്സിലിങ്ങനെ യാത്ര പോകുമ്പോഴേ, ബസ്സിൽ യാത്ര പോകുമ്പോ പ്രിയമുള്ളവരെ, വളരെ മോശപ്പെട്ട ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു പാട്ട് കേട്ട് മ്യൂസിക് ആസ്വദിച്ച് പെട്ടെന്ന് ആ ബസ് കൊണ്ട് ആക്സിഡന്റ് ആയി നമ്മൾ മരിച്ചുള്ള അവസ്ഥ എന്തീകാരം? രാത്രി ചെവിയിൽ എയർഫോൺ ഇട്ട് വൃത്തികേടുകൾ കണ്ട് ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ റൂഹ് പിടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? നേരെ തിരിച്ചു നമ്മൾ ചിന്തിക്കുക. നല്ലത് കണ്ടിങ്ങനെ ആസ്വദിക്കുമ്പോ മരണം നമ്മെ പിടികൂടുന്ന രംഗം. എയർഫോൺ വെച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേട്ട് നമ്മൾ കിടക്കുമ്പോ, റൂമിൽ കിടന്ന് നമ്മൾ ആസ്വദിക്കുമ്പോ, ആ സമയത്ത് നമ്മുടെ മലക്കിൽ മൗത്ത് വന്ന് പിടിക്കുന്ന രംഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഏത് വേണമെന്നുള്ളത്. എത്ര നല്ല മരണമായിരിക്കും പ്രിയപ്പെട്ടവരെ. നല്ലതാണെന്ന് വിചാരിച്ചിട്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത്, നല്ലതാണെന്ന് വിചാരിച്ചു കാണ്ട് എല്ലൊന്നും കേൾക്കാൻ പാടില്ല. ഏതൊരു വിഷയത്തിൽ നോക്കിങ്ങളെ, ഏതൊരു വിഷയത്തെയും സലഫുകൾ മനസ്സിലാക്കിയ രൂപത്തിൽ അത് പറയുന്ന ആളുകളിൽ നിന്ന് കേൾക്കണം. ചില ആളുകൾ എങ്ങനെ അറിയങ്ങൾ? മുജാഹിദിന്റെ കേൾക്കും, ജമാഅത്തിന്റെ കേൾക്കും, തബ്ലീഗിന്റെ കേൾക്കും, എല്ലാവരും കേൾക്കും. എന്നിട്ട് അവസാനം ആ വിഷയത്തില് എന്താണ് അതിന്റെ സത്യം എന്നുള്ളത് ഓൾക്ക് തന്നെ അറിയില്ല. എല്ലാം ഷെയറും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലൊരു കളവ് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? മൻ കദിബ അലയ്യ മുതഅമ്മിദ ഫൽയഖഅദു മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു കളവ് കെട്ടിച്ചമച്ചാൽ ഫൽയഖഅദു മഖഅദഹു മിനൻ നാർ, അവൻ അവന്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിക്കട്ടെ എന്ന്. ഒരു വയല് കേട്ടു, ആ വയലിൽ ഒരാളെന്ത് ചെയ്തു? ഒരു ആയത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഹദീസ് പറഞ്ഞു. ആ ഹദീസ് ദഈഫായ ഹദീസാണ്.
നമ്മളത് കേട്ട് മനസ്സിലാക്കി പഠിച്ചില്ല. അത് ലഈഫാണ് ഹദീസ്. അത് നമ്മൾ ഷെയർ ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കളവ് പറയലാണ്. അത് ഷെയർ ചെയ്താലേ അവന്റെ സീറ്റ് അവന് നരകത്തിൽ ഉറപ്പിക്കട്ടെ എന്നാണ്. അപ്പൊ എന്ത് കേൾക്കണം എന്ന് കൃത്യമായി നമ്മൾ ചിന്തിക്കാം. എല്ലാം കേട്ടുകാണ്ട് അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയ്ക്ക് എത്താൻ പാടില്ല. അതേപോലെ ഇതൊക്കെ ഫോർവേഡ് ചെയ്യുമ്പോ അതിന്റെ സത്യാവസ്ഥകൾ അറിയണം. അഡ്രസ് ഇല്ലാത്ത ഉണ്ടാവും, ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. സമയവും തീയതിയില്ലാത്ത ഉണ്ടാവും. 2002 കഴിഞ്ഞ കാര്യം ഉണ്ടാവും, ഒരാളെ കാണാനില്ല. ഉദാഹരണം ഇപ്പൊ വരുന്ന മെസ്സേജുകളാണ്, ഒരാളെ കാണാനില്ല. 2002 അയാളെ കാണാതില്ല ആയതാണ്. 2020 അയാളെ കല്യാണം കഴിഞ്ഞ അയാൾക്ക് 4-5 കുട്ടികളുണ്ട്. ഇപ്പോഴും ആ മെസ്സേജ് ഇങ്ങനെ ആളുകൾ ഫോർവേഡ് ചെയ്യും. അതിന്റെ ഡേറ്റോ തീയതിയോ അല്ലെ സമയമോ ഒന്നും നോക്കൂല. കണ്ടതൊക്കെ വാരി വലിച്ച് ഷെയർ ചെയ്യുന്ന ആളുകൾ, നമ്പറുള്ളത് ഇല്ലാത്തത് അല്ലെ, സൈബർ അറ്റാക്ക്. നമ്മളൊക്കെ അറിയാതെ അത്തരം ദുരന്തത്തിൽ പൊട്ടുപോകും ചിലപ്പോൾ. പ്രത്യേകിച്ച് വ്യഭിചാരത്തിൻ്റെതാണെങ്കിൽ, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നോക്കി, അതിന് ഇസ്ലാമിലെ നിയമം എന്താ? 4 സാക്ഷികൾ വേണമെന്ന്. 4 സാക്ഷികളില്ല. അതൊക്കെ ഷെയർ ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര ത്രില്ലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ 4 സാക്ഷികളില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. അതൊക്കെ ഷെയർ ചെയ്താല് പ്രിയമുള്ളവർ അതിന്റെ ഗൗരവത്ര ഉണ്ടാവും. മുറി ക്ലിപ്പുകള്, ശുദ്ധ മുവഹിദുകളായ ആളുകളെ പേര് ശിർക്ക് ആരോപിക്കുക, ആയത്തുകളെ കട്ടുമുറിച്ച് സംസാരത്തെ കട്ടുമുറിച്ചിട്ട് അത് ക്ലിപ്പാക്കിയാണ്ട് അവർക്കെതിരെ തൗഹീദ് പ്രസംഗിക്കുന്ന, ശിർക്കിനെതിരെ പോരാടുന്ന ആളുകളെ സംബന്ധിച്ച് മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുമ്പോഴൊക്കെ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. അതേപോലെ ട്രോളുകള്, ഇപ്പൊ പുതിയ ട്രെൻഡ് ഏതാ അല്ലെ? സമദ് സഖാഫിയും പുസ്തകങ്ങളുമാണ് ഇപ്പൊ എല്ലാ മൊബൈലിലും ഷെയർ ചെയ്യണതും കാണുന്നതും ആസ്വദിക്കണതും ചിരിക്കണതൊക്കെ. അയാൾക്കൊരു അബദ്ധം വന്നു, അയാൾ പാടിപ്പിച്ച ആളുകൾക്കൊരു അബദ്ധം വന്ന അയാൾ പാടി, അത് തെറ്റ് തിരുത്തി കൊടുക്കേണ്ട ആളുകൾ തെറ്റ് തിരുത്തി കൊടുത്തു, അയാൾക്കത് ബോധ്യപ്പെട്ടു. ആ പാട്ടുപാടിയ ആളുകൾ അയാളെ വിളിച്ചു മാപ്പ് പറഞ്ഞു. നമ്മളത് ഇപ്പോഴും ഷെയർ ചെയ്ത് അത് കണ്ട് ആസ്വദിച്ച് അത് കണ്ട് ചിരിച്ച് പാടിയ ആളുകൾ അയാളെ വിളിച്ചുകാണ്ട് മാപ്പ് ചോദിച്ചു. അങ്ങോട്ട് വന്ന അബദ്ധമായി പുറത്തരണെന്ന് പറഞ്ഞു, അയാൾ പുറത്തും കൊടുത്തു. ഷെയർ ചെയ്ത് ആ പാട്ട് ഷെയർ ചെയ്ത് അയാളെ വിളിച്ചു മാപ്പ് ചോദിച്ചു. എത്ര ഗൗരവമുണ്ട് പ്രിയമുള്ളവരെ. കല്യാണ ദിവസം സന്തോഷിക്കേണ്ട ആളുകള് ഇന്നും ദുഃഖത്തോടു കൂടി കഴിഞ്ഞുകൂടാണ് ആ ഒരു പാട്ടിന്റെ പേരിൽ. അവർ ചെയ്ത തെറ്റാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. ഒരിക്കലും അത്തരം അശ്ലീല വാക്കുകൾ സംസാരിക്കാൻ പാടില്ല ഒരു മുസ്ലിമിന്റെ നാവ്. ദ്വയാർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. അതിന്റെ പേരിലാണ് ഒരാൾ അറസ്റ്റ് ചെയ്തത്. ദ്വയാർത്ഥങ്ങള് അവരൊറ്റ വസ്ത്രം, അതിനെ ന്യായീകരിക്കാൻ പറ്റൂല. വളരെ മോശപ്പെട്ട വസ്ത്രമാണ്, വ്യഭിചാരത്തിന്റെ വസ്ത്രമാണ് അവള് ധരിച്ചത്. പക്ഷെ അവന്റെ സംസാരം അയാൾ സംസാരിച്ച പ്രയോഗങ്ങളും ദ്വയാർത്ഥ പ്രയോഗമാണ്. രണ്ടും ന്യായീകരിക്കാൻ വയ്യ. പക്ഷെ അറസ്റ്റ് ചെയ്തു. അതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി നമ്മൾ ആലോചിക്കണം. ഇന്നും ആ കുടുംബം പ്രയാസപ്പെടുകയാണ് ആ ഒരു പാട്ടിന്റെ പേരിൽ. നമ്മളത് കണ്ട് ആസ്വദിക്കാതെ ഫോർവേഡ് ചെയ്യുക. വ്യക്തിഹത്യ ഇസ്ലാം ഒരിക്കലും സഹോദരങ്ങൾ അനുവദിക്കുന്നില്ല. ചില ആളുകൾ എന്താ പറയുക, ചില ആളുകളെ എല്ലാത്തിനും ചാടിക്കയറി പ്രതികരിക്കും. എന്ത് കണ്ടാലും അതിന്റെ സത്യം, അതിന്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചിന്തിക്കാതെ എല്ലാ കാര്യത്തിലും ചാടിക്കയറി പ്രതികരിക്കുക. എന്നിട്ട് അവസാനം വലിയ വില കൊടുക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞൊരു ആയത്തുണ്ട്, സൂറത്ത് ഹുജറാത്തിലെ 6-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല. ദുർമാർഗിയായ ഒരാളതാ നിങ്ങളുടെ അടുക്കൽ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾ അന്വേഷിക്കണം. വതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ.
അല്ലെ? നിങ്ങളെ അറിയാതെ വിഡ്ഢിത്തത്തിൽ എന്ത് ചെയ്യും? വിഡ്ഢിത്തത്തിൽ വല്ല ജനങ്ങൾക്കും നിങ്ങളെ ആപത്തുണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കുകയും ചെയ്യണമെന്നത് കൊണ്ട് എന്താണ്? എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോ നിങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടൊക്കെ ഓരോ കാര്യങ്ങളും ഫോർവേഡ് ചെയ്യുമ്പോൾ സഹോദരങ്ങളെ ശരിക്കും നമ്മൾ ആലോചിക്കുക. അള്ളാഹു തന്ന അനുഗ്രഹത്തെ നന്മക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരായി വിശ്വാസികൾ മാറുക. അള്ളാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മൊബൈലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണെന്ത്? അനാവശ്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. ഉദാഹരണം പറയാൻ തമാശകൾ. ചില ആളുകൾ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ വെച്ച് തമാശാക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ മരണത്തെ തമാശാക്കിയാണ്ട് അവതരിപ്പിക്കുക. ബലിപെരുന്നാൾ വന്നാല് അറക്കണ പോത്തിനെ കൊണ്ടുവന്നാണ് മുമ്പിൽ നിർത്തിയിട്ട് അതിന് തമാശാക്കുന്ന ആളുകളുണ്ട്. തിന്നണ ബലിമൃഗത്തിന്റെ മാംസം മുന്നിൽ വെച്ചിട്ട് ഇക്കൊല്ലത്തെ പെരുന്നാളത്തോടുകൂടി അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിലെ ദീനിന്റെ ചിഹ്നങ്ങളെ ഒക്കെ വെറുതെ തമാശയാക്കേണ്ട, പരിഹസിച്ചുകൊണ്ടും തമാശയാക്കേണ്ടൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവതരിപ്പിക്കുന്നുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ. അതേപോലെ തന്നെ ചില സ്റ്റിക്കറുകൾ, മറ്റുള്ളവരെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള സ്റ്റിക്കറുകൾ. അതേപോലെ സ്റ്റാറ്റസ് വെക്കണത്, ഭാര്യന്റെ കൂടെ ടൂറ് പോണതും ഓളെ കൂടെ സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നതും തേയിലത്തോട്ടത്തിൽ ഓളെ മടി കിടക്കുന്നതൊക്കെ, അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുക, റീൽസ് വെക്കുക. അതേപോലെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. എത്ര തെമ്മാടിത്താണ് ആലോചിക്കുന്നത്. സ്വന്തം വീട്ടിന്റെ രഹസ്യമുറിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പബ്ലിക്കായി ചെയ്തിട്ട് അത് നാട്ടുകാർക്ക് മൊത്തം കാണിച്ചു കൊടുക്കുക, ടൂർ എന്നുള്ള പേരും. വളരെ മോശമായ രൂപത്തിലാണ് ഇന്ന് ആളുകൾ. നിങ്ങൾ നോക്കേണ്ടി, അതിലൊക്കെ ഏറ്റവും കൂടുതൽ ആരാധനകൾ അല്ലെ? മറ്റു മതങ്ങൾ വളരെ കുറവാണ്. ഞാൻ എന്റെ മനസ്സിൽ കണ്ടതും ഞാൻ മനസ്സിലാക്കിയ കാര്യമായിട്ടു. മറ്റു മതങ്ങളെ ഓളെ സ്റ്റാറ്റസും ഓളതൊക്കെ നിങ്ങൾ എടുത്തു നോക്കേണ്ടി, ഓളെ റീൽസ് ഒക്കെ എടുത്തു നോക്കേണ്ടി, വളരെ കുറവാണ്. മുസ്ലിം ആളുകളാണ് ഇതിന്റെ ഒക്കെ ഏറ്റവും മുന്നിലുള്ളതെന്നാണ്. ഭാര്യന്റെ മടി കിടക്കുന്നതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് അത് സ്റ്റാറ്റസ് ആക്കി വെക്കുക, നാട്ടുകാരെ മൊത്തം കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഈ കമന്റുകൾ. എല്ലാത്തിനൊന്നും കയറി പ്രതികരിക്കേണ്ട ആവശ്യം വെക്കില്ല. ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ കാര്യത്തിലും പറഞ്ഞു. ومن كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യകുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ ഓൻ മിണ്ടാതെക്കട്ടെ. എല്ലാത്തിലും ചാടിക്കേറി പ്രതികരിക്കേണ്ട ആവശ്യമില്ല. മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യുഗ്നി. ഒരു നല്ല മനുഷ്യന്റെ ഇസ്ലാമിൽ പെട്ടതാണ്, ഒരു മനുഷ്യന്റെ നല്ല ഇസ്ലാമിൽ പെട്ടതാണ് എന്താ പറയുക? തർക്കുഹു മാ ലാ യുഗ്നി. ഓനിക്ക് ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. എല്ലാത്തിനും ചാടിക്കേറി നിൽക്കേണ്ട ആവശ്യമില്ല. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ഏറ്റവും നല്ല മാന്യമായ രൂപത്തിൽ സംസാരിക്കണം. ഒരേ ഗ്രൂപ്പില് കൂടെയുള്ളവരോട് പോലും മോശം പ്രയോഗങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോട് അല്ലാഹു തആല ഫിർഔനിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. അഹങ്കാരിയാണ്, വളരെ തെമ്മാടിത്തം കാണിക്കുന്ന ആളാണ്.
വിശുദ്ധ ഖുർആൻ പറയും ഇദ്ഹബാ ഇലാ ഫിർഔന, മൂസാ നബിയോടും ഹാറൂൻ നബി അലൈഹിസ്സലാമയോടും അല്ലാഹു പറയാ, നിങ്ങൾ രണ്ടുപേരും ഫിർഔനിന്റെ അരികിലേക്ക് ചെല്ലണം. ഇന്നഹു ത്വഗ, അവൻ ധിക്കാരിയാണ്, അക്രമിയാണ്. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ? ഫഖൂലാ ലഹു, നിങ്ങൾ രണ്ടുപേരും അവരോട് സംസാരിക്കണം. എങ്ങനെ? ഖൗലൻ ലയ്യിന, വളരെ മാന്യമായ രൂപത്തിൽ. ഒരു തമ്മാടികളാണെന്നാലും അവരോട് മാന്യമായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. ചില ആളുകൾ എന്താ നിങ്ങള് പ്രതികരണത്തിലൊന്നും ഒരു അവധാനത ഉണ്ടാവില്ല. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ചർച്ചയാണ് നിങ്ങൾ PC ജോർജ്, വർഗീയ വിഷം നാവ് തുറന്നാല് വർഗീയ വിഷം മാത്രം ചീറ്റുന്ന ആളാണ്. എല്ലാവർക്കും അറിയണ കാര്യം. അത് പ്രതികരിക്കേണ്ട ആളുകൾ പ്രതികരിച്ചു, കേസ് കൊടുക്കേണ്ട ആളുകൾ കേസ് കൊടുത്തു. കേസ് എടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. കൊടുക്കേണ്ട ആളുകൾ കൊടുത്തു. നമ്മുടെ നേതൃത്വം വരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. എന്നാ അതിന്റെ താഴത്തെ കമന്റ് വായിച്ചു നോക്കണ്ട നിങ്ങൾ അല്ലെ? ഓരോ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം എന്താ? ഓരോ ലക്ഷ്യം മുസ്ലിങ്ങളെ പ്രകോപിതരാക്കിയിട്ട് ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിക്കാനാണ്. അതാണ് ഓരോ ലക്ഷ്യം. നമ്മളതിന് വളം വെച്ചു കൊടുക്കലല്ല വേണ്ടത്. അതിൽ പോയിട്ട് അതിന്റെ താഴെ പോയി കണ്ട് കമന്റ് ഇട്ട് കാണി തലവെക്കലല്ല ഒരു മുസ്ലിം ചെയ്യേണ്ട പണി. അതൊക്കെ കൃത്യമായി നമ്മൾ ആലോചിക്കണം. ഓരോ ഉദ്ദേശങ്ങൾ പലതാണ്. അത് കൊടുക്കേണ്ട ആളുകള് കൃത്യമായി ഇടപെട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. പ്രതികരിക്കേണ്ടവർ പ്രതികരിച്ചും ചെയ്തു. നമുക്ക് സൗഹൃദമായ ഒരു കേരളമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മണിപ്പൂരും ബീഹാറും ഗുജറാത്തും ഒന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ സൗഹൃദപരമായ രൂപത്തിൽ നമുക്കിവിടെ ജീവിക്കണം. അത് കൃത്യമായി ഓരോ കമന്റുകൾ ഇടുമ്പോഴും പ്രതികരിക്കുന്നതൊക്കെ ഈ ഒരു വിഷയം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ഞാൻ അവസാനിപ്പിക്കേണ്ടത്, ഫോണിലെ ചില ആപ്ലിക്കേഷനുകൾ, ചില ആളുകളുടെ മൊബൈൽ തുറന്ന ഫുള്ള് ആപ്ലിക്കേഷനുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. എല്ലാ ആപ്പൊന്നും സഹോദരങ്ങളെ നമുക്ക് വേണ്ട. അപ്പൊ രൂപം മാറ്റി കളയുന്ന ആപ്പുണ്ട്. രൂപം മാറ്റി കളയുന്ന ആപ്പ്, അതായത് ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കണത് അതിന്റെ ഫേസ് എന്ത് ചെയ്യും? ഒരു കുരങ്ങന്റെ ഫേസ് ആക്കിയിട്ട് അല്ലെ, കുരങ്ങൻ ഭക്ഷണം കയ്യും കാലൊക്കെ തന്നെ കയറും, മുഖം കുരങ്ങന്റെ മുഖം. ഇവിടെ അത് കാണിച്ച് വാർഡിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, മക്കളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. വോയിസ് മാറ്റുക. എന്റെ ശബ്ദം, ഞാൻ പ്രസംഗിക്കുന്ന ശബ്ദം അത് ഏതെങ്കിലും പെണ്ണിന്റെ ശബ്ദമാക്കി മാറ്റുക. ഫോൺ വിളിക്കുമ്പോ അല്ലെ ആ രൂപത്തില് ഒരു പെണ്ണിന്റെ ശബ്ദത്തിൽ വിളിക്കുക. ശബ്ദം മാറ്റിങ്ങാണ്ട് ആപ്പിൽ മാറ്റിങ്ങാണ്ട് വിളിക്കണത്. വയസ്സുമാറി എങ്ങനെ ഉണ്ടാവും? ഒരാൾക്ക് അല്ലെ 5 വയസ്സായപ്പോ എങ്ങനെ, അയാളെ 10 വയസ്സാകുമ്പോ അയാൾക്ക് ഇനി 45 വയസ്സാകുമ്പോ അയാളെ കോലം എങ്ങനെയൊക്കെ, 60 വയസ്സാകുമ്പോ അയാളെ കോലം എങ്ങനെയൊക്കെ, 100 വയസ്സാകുമ്പോ എങ്ങനെയൊക്കെ അയാളെ കോലം. ഇങ്ങനെ കുറെ ആപ്പുകളുണ്ട്. അനാവശ്യമായ ഗെയിമുകൾ അല്ലെ, കോൾ റെക്കോർഡിംഗ് ആപ്പ്. എന്തിനാ അതിന്റെ ആവശ്യം? എന്താ? ഒരാളെ അനുവാദമല്ലാതെ അയാളെ സംസാരം റെക്കോർഡ് ചെയ്യുന്നതിന്റെ വിധി എന്താ? അല്ലെങ്കിൽ പറയണം, ഞങ്ങളുടെ സംസാരം ഞാൻ റെക്കോർഡ് ചെയ്യുന്നിട്ടോ എന്ന് പറയണം. ഇതൊക്കെ അനാവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ആ രൂപത്തിൽ ചെയ്യാം. അത് അയാൾ തൃപ്തിപ്പെട്ടിട്ടാവുമാണ്. ഇതൊക്കെ അനാവശ്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായ രൂപത്തിൽ സഹോദരങ്ങൾ നന്മയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ എല്ലാ ഗ്രൂപ്പിലും ചാടിക്കയറി നിൽക്കുന്ന ആളുകളുണ്ട്. നാട്ടിലെ സകല ഗ്രൂപ്പുകളും ഉണ്ടാവും. എന്നാൽ ദീനിന്റെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ലെഫ്റ്റ് അടിച്ചു പോവുകയും ചെയ്യും. അല്ലെങ്കിൽ ദീനിന്റെ ഗ്രൂപ്പിലൊന്നും ഒരു ഇടപെടൂല. നാട്ടിലെ ക്ലബിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു സജീവമായിരിക്കും. അതിൽ പള്ളിന്റെ മഹലിന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഒരു മുണ്ടാട്ടം ഉണ്ടാവില്ല. അനാവശ്യമായിട്ട് കുറെ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. എല്ലാത്തിനും എല്ലോടും. ഇപ്പോ ബ്ലഡ് ഗ്രൂപ്പ്, പ്രധാനം പറയാം, ബ്ലഡ് ഗ്രൂപ്പ് ആളുകൾക്ക് അത്യാവശ്യത്തിനുള്ള സാധനമാണ്. അതിൽ എന്നാക്കൊരു ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ ആളുകൾ നോക്കണം, അത് പ്രതികരിക്കണം. ഇവിടെ ആയി കൊണ്ടേക്കാണ്ട് കോമഡി ഇട്ട് അങ്ങനെ ഉണ്ടാവും. പിന്നെ ആളുകൾ നോക്കൂ. ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ അറിയാതെ എല്ലാത്തിലും എന്ത് ചെയ്യും? എല്ലാം ഷെയർ ചെയ്യുന്ന ആളുകൾ. ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ ഒരുപാട് പുണ്യം സഹോദരങ്ങൾ ഈ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാവുക. അല്ലാഹു തആല അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും